നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭ സത്യപ്രതിജ്ഞയേറ്റ് അധികാരത്തിലേറിയ 24 മണിക്കൂർ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ലോക് ഭവന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല, ഒരു പ്രോട്ടോകോൾ ലംഘനമാണ് പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വി ഡി സതീശൻ മന്ത്രിസഭയിൽ പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രിയായിട്ടുള്ള വി മുരളീധരന്റെ നിർണായക തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർണായക തീരുമാനങ്ങൾ വരുന്നു. അതിലെടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അഭിനന്ദനം, അതുപോലെ തന്നെ കൈയടിക്കാവുന്ന തീരുമാനങ്ങൾ തന്നെയാണ്. ഉടൻ നടപ്പിലാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും സത്യപ്രതിജ്ഞാവേദിയിൽ VIP-കൾക്ക് ഇരിപ്പിടം അനുവദിക്കാനാവില്ലെന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നിർദ്ദേശം ലംഘിച്ചതിൽ ലോക് ഭവന് പ്രതിഷേധം. നിയുക്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ചീഫ് സെക്രട്ടറിയും മാത്രമേ വേദിയിൽ പാടുള്ളൂ എന്ന ഗവർണർ പ്രോട്ടോകോൾ വിഭാഗത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് മുൻകാലങ്ങളിലെ രീതിയുമാണ് ഇത്. ഔദ്യോഗിക പൊതുപരിപാടികളിലോ ചടങ്ങിലോ വേദിയിൽ ആരൊക്കെ ഇരിക്കണം, അവരുടെ ഇരിപ്പിട ക്രമീകരണം എങ്ങനെയായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന നിയമങ്ങളെയാണ് പൊതുവെ സ്റ്റേജ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. ഔദ്യോഗിക പദവികൾ, മുൻഗണനാക്രമം, സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇത് തീരുമാനിക്കുന്നത്. കേരളത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ പൊതുവെ പാലിക്കപ്പെടുന്ന പ്രധാന പ്രോട്ടോകോൾ മാനദണ്ഡങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ആദ്യം ഇരിപ്പിട ക്രമീകരണം. കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വേദിയുടെ ഏറ്റവും മധ്യഭാഗത്ത് അധ്യക്ഷനോ മുഖ്യ അതിഥിയോ ഇരിക്കുന്നു. വലതുഭാഗത്ത് മുഖ്യ അതിഥിയുടെ വലതുവശം പ്രോട്ടോകോൾ പ്രകാരം ഉയർന്ന പദവിയിലുള്ളവർക്കായി നീക്കിവെക്കുന്നു. ഇടതുഭാഗം ഇടതുവശത്ത്, അതായത് തൊട്ടടുത്ത പദവിയിലുള്ളവർ ഇരിക്കുന്നു എന്നിങ്ങനെയാണ്. 1-ാം നിരയിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും 2-ാം നിരയിൽ മറ്റ് ക്ഷണിക്കപ്പെട്ടവരും ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ വേദിയിൽ ഇരുത്തണമെന്ന വി ഡി സതീശൻ ഗവർണറോട് ആവശ്യപ്പെട്ടു. തന്റെ അഭിപ്രായം പ്രോട്ടോകോൾ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ടെന്നും തമിഴ്നാട് മാതൃകയിൽ സത്യപ്രതിജ്ഞ പാടില്ലെന്നുമായിരുന്നു ഗവർണറുടെ നിലപാട്. സദസ്സിന്റെ മുൻനിരയിൽ ഇവരെ ഇരുത്തുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന പോലീസ് റിപ്പോർട്ടുകളുണ്ടെന്നും ഗവർണർ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ലംഘിച്ചാണ് വേദി സജ്ജമാക്കിയത്. തിങ്കളാഴ്ച പുലർച്ചെ വേദിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താനെത്തിയ ലോക് ഭവൻ സെക്രട്ടറി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വേദിയിൽ കൂടുതൽ കസേരകൾ ഉണ്ട് എന്ന് ഗവർണറെ അറിയിക്കുകയായിരുന്നു. ഇതോടെ ഗവർണർ ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചു. Z+ കാറ്റഗറി സുരക്ഷയിലുള്ള നേതാക്കളെ എത്തുന്നതിന് കൂടുതൽ കസേരയിടാൻ അനുവദിക്കണമെന്ന സതീശന്റെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി അഭ്യർത്ഥിക്കുകയായിരുന്നു. ഒടുവിൽ സുരക്ഷാ വീഴ്ചയുണ്ടാകരുത് എന്ന മുന്നറിയിപ്പ് നൽകി ഗവർണർ സമ്മതിച്ചു. എന്നാൽ വേദിയിൽ പറഞ്ഞതിലും കൂടുതൽ കസേരയിടുകയും 100-ലധികം പേർ തള്ളിക്കയറുകയും ചെയ്തു. ചായ സൽക്കാരത്തിനായി ലോക് ഭവനിൽ എത്തിയപ്പോൾ വി ഡി സതീശനോട് ഗവർണർ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അധികാരം ഏറ്റെടുത്ത ചടങ്ങിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടിയവരുമുണ്ട്. അനാരോഗ്യം മൂലം വിശ്രമത്തിലായതിനാൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയും വിദേശത്തായതിനാൽ സ്ഥലം MP കൂടിയായ ശശി തരൂരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തതേയില്ല. എന്നാൽ ശശി തരൂരിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ MP കൂടിയാണ്. കോൺഗ്രസിന്റെ വളരെ പ്രമുഖനായ നേതാവ് കൂടിയാണ്. ശശി തരൂർ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒഴിവാക്കാനാമായിരുന്ന ചില ചടങ്ങുകൾ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിനും എത്താമായിരുന്നു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ചടങ്ങിൽ എത്തിയിരുന്നില്ല. ഇവരെല്ലാം അസൗകര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. 2021 LDF പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലത്തെ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. നിയുക്ത പാലക്കാട് MLA രമേശ് പിഷാരടി എത്തിയെങ്കിലും ആൾത്തിരക്കിനെ തുടർന്ന് പന്തലിനുള്ളിൽ കയറാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്തായാലും മേഖലയിൽ നിന്നുള്ള മറ്റ് പ്രമുഖരും കാര്യമായി എത്തിയിരുന്നില്ല. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയവരുടെ തിക്കും തിരക്കും മൂലം നഗരത്തിൽ ഇന്നലെ ഹോട്ടലുകളിൽ മുറി കിട്ടാനേ ഉണ്ടായിരുന്നില്ല. മലബാർ മേഖലയിൽ നിന്നും ബസ്സുകളിലും ട്രെയിനുകളിലുമായി 100 കണക്കിന് പ്രവർത്തകരാണ് UDF അധികാരമേറുന്ന ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയത്. തമ്പാനൂരിലും അരിസ്റ്റോയിലുമെല്ലാം മുറികൾ കിട്ടാതെ ആയതോടുകൂടി പലരും നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മുറി തേടി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നും ഓട്ടോറിക്ഷകൾ നിരന്നു കിടക്കാറുള്ള KSRTC മുതൽ ശ്രീകുമാർ തിയേറ്റർ വരെയുള്ള ഭാഗത്ത് ഒരു ഓട്ടോ പോലും ഇന്നലെ രാവിലെ കിട്ടാനുണ്ടായിരുന്നില്ല. ഓട്ടോ കിട്ടാതെ വന്നതോടുകൂടി പലരും ഈ മോസ്ക് ലൈനും SS കോവിൽ റോഡും വഴി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഭക്ഷണം കഴിക്കാനും ഖദർ ഷർട്ടുകൾ തേച്ച് കിട്ടാനുമെല്ലാം പ്രവർത്തകർ തിക്കും തിരക്കും കൂട്ടിയതോടുകൂടി ഇന്നലെ ഹോട്ടലുകൾക്കും തേപ്പുകാർക്കുമെല്ലാം കോളായിരുന്നു. പോലീസ് വഴിനീളെ ഉണ്ടായിരുന്നുവെങ്കിലും തിരക്ക് നിയന്ത്രിക്കാനോ ഓട്ടോറിക്ഷകൾ നിർത്തിക്കൊടുക്കാനോ സഹായിച്ചില്ല എന്നും മലപ്പുറത്ത് നിന്നും എത്തിയവർ പറയുന്നുണ്ട്.
സ്റ്റേഡിയത്തിന് മുൻപിലെ റോഡുകൾ നിയന്ത്രണം ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടു മുൻപ് വരെയെങ്കിലും തങ്ങളെ വിടാമല്ലോ എന്നായിരുന്നു പ്രവർത്തകരുടെ ചോദ്യം. എന്തായാലും അങ്ങനെ ബഹളം കൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ സമയത്ത് ഈ മേനോൻ എന്ന പേര് അല്ലെങ്കിൽ മേനോൻ എന്ന ജാതി പേര് സത്യപ്രതിജ്ഞയ്ക്കിടയിൽ പറഞ്ഞതുകൊണ്ട് വി ഡി സതീശനിടെ ചില രീതിയിലെങ്കിലും സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുന്നവരാണ് നിരവധി ആളുകൾ. ഈ ജാതിവാലിനെ കുറിച്ച് പറഞ്ഞ് വെറുതെ അനാവശ്യ ചർച്ചകൾ ഉണ്ടാക്കണ്ട എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ജൂൺ 15 മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇപ്പം നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അല്ലേ അവരോട് ഏറ്റവും മാന്യമായി അവരെ കരുതലോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിലുണ്ടാകണം ധാരാളമായി. ഒരു വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല അതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2 ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങുന്നു. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെൻറ്റ് ബെനഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റിയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോൾ ചാർജ് എടുത്താലേ നമുക്കിതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനഫിറ്റിൻ്റെ കാര്യം ഒരുപാട് തീരുമാനിപ്പിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്ക് ഉള്ളത് 9,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപയാവും ഇപ്പോൾ. പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
അവരുടെ കാര്യം മറന്നു പോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാൻ. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോടൊരു 1000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നു പോവില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണിത്. 1000 രൂപ കൂട്ടിയത് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം അതാണ്. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിൻ്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2000 രൂപയും 3000 രൂപയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1000 രൂപ ആക്കിയത് അതാണ്. പക്ഷേ നമ്മളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം പിന്നീട് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ അതിപ്പോൾ ഇന്നെല്ലാം കൂടി പറയണ്ടല്ലോ. ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം വരും. അതിനൊരു ടൈം ഫ്രെയിമും ഉണ്ട് നമുക്ക്. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പൂർണ്ണമായ തീരുമാനം നമ്മൾ വരും കേട്ടോ. ഇതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നിയമസഭാ സമ്മേളനം മെയ് 21-ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22-ന് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അംഗീകാരം കിട്ടുന്നതനുസരിച്ച് മെയ് 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കൂടി ഉണ്ടാവും. നമ്മുടെ സഭയിലെ ഏറ്റവും സീനിയറായ അമ്പലപ്പുഴ MLA കൂടിയായ മുൻ മന്ത്രി ശ്രീ G. സുധാകരനെ പ്രോ ടൈം സ്പീക്കറായി നിയമിക്കുന്നതിന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. G. സുധാകരനാണ് പ്രോ ടൈം സ്പീക്കർ. അത് പറയാം ഇത് ഗവർണറുടെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പിന്നെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ K. ഗോപാലകൃഷ്ണക്കുറുപ്പ് രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചു. അഡ്വക്കേറ്റ് ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി, സീനിയർ അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ TA ഷാജിയുടെ രാജി സ്വീകരിച്ചു. ശ്രീ T. അസഫ് അലി, അഡ്വക്കേറ്റ് T. അസഫ് അലി, അദ്ദേഹം നേരത്തെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അദ്ദേഹത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ ഓംബുഡ്സ്മാൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, PSC മെമ്പേഴ്സ്, ഇൻഫർമേഷൻ കമ്മീഷണർ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ അത് പുതിയ മന്ത്രിസഭ, പുതിയ ഗവൺമെൻറ് അത് അറിയിക്കും എന്ന് ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15/12/2023 ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഇത്രയാണ് തീരുമാനങ്ങൾ. പിന്നെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചിട്ടുണ്ട്. അത്
കുറേ കൂടി മെച്ചപ്പെടുത്തി കുറേ കൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി അത് സ്വീകരിക്കും. അടുത്ത മന്ത്രിസഭാ യോഗം ബുധനാഴ്ച ക്രമം അനുസരിച്ച് ഇതൊരു കൺവെൻഷനലായിട്ട് ചേരുന്നതാണ്. അടുത്തതും അത് ചേരും. ഇതൊക്കെയാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ നമുക്ക് ഇപ്പോഴല്ലേ നമ്മൾ ഒപ്പിട്ട് ചാർജ് എടുത്തത്. നമുക്കതിൻ്റെ ഫിസിക്കൽ ഇമ്പാക്റ്റ് എന്താണ്, മറ്റ് കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാലല്ലേ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ്, ഒരു വർഷം എത്ര വരുമാനം ഉണ്ട്, അതിൻ്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് സാധാരണക്കാരുടെ മീതെ എത്രയാണ് കൂടുന്നത് എന്നെല്ലാം ഒന്നൊരു പരിശോധിച്ചിട്ട് ഒരു തീരുമാനം അടുത്ത ക്യാബിനറ്റിലോ അല്ലെങ്കിൽ വേറെ ഉണ്ടാവും. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തീർച്ചയായിട്ടും ധവളപത്രം ഇറക്കും, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കും. അത് തീരുമാനമായിട്ടുണ്ട്. അത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, വിദഗ്ധരായ ആളുകളെ ഒരു ടീം അത് പിന്നീട് പ്രഖ്യാപിക്കും. വളരെ പെട്ടെന്ന് വേണം. സാമ്പത്തിക വിദഗ്ധരായ ആളുകളുടെ ഒരു ടീം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അത് പരിശോധിച്ച് നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധവളപത്രം ഉണ്ടാവും. അല്ല, അതല്ലേ ഞാൻ പറയാം. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് തരും. 15-ാം തീയതി മുതൽ നടപ്പാക്കും. വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തരും, നിങ്ങൾക്ക് തരും. അല്ലല്ല, അതൊന്നും എല്ലാം കൂടി നമ്മളൊരു ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച അടുത്ത ദിവസമൊക്കെ പോയി വെറുതെ ഇരിക്കേണ്ടി വരില്ലേ, ചുമ്മാ. ഇല്ലില്ല, SIT രൂപീകരിക്കുക അത് ആഭ്യന്തര വകുപ്പാണ് അത് ചെയ്യേണ്ടത്. അതൊക്കെ അവർ ചെയ്തോളും ഭംഗിയായിട്ട്. അതിലൊക്കെ ക്യാബിനറ്റ് എടുക്കേണ്ട കാര്യം. വരട്ടെ, അത് ആഭ്യന്തര വകുപ്പ് പരിശോധിക്കാറില്ല. വേറെ വകുപ്പിൽ കയറി ഇടപെടാൻ പാടില്ല. ഇല്ലില്ല, അതൊക്കെ പറയാം. നമ്മളൊന്ന് ഒപ്പിട്ട് ഇങ്ങ് വന്നല്ലേ ഉള്ളു. ഒന്ന് ഒരു അത് സമയത്ത് കിട്ടിയ ഗസറ്റ് വരും സമയമാകുമ്പോൾ. വല്ലതും വൈകിയ റെക്കോർഡ് അല്ലേ? റെക്കോർഡ് സ്പീഡിലാണ് കാര്യങ്ങൾ പോണത്.